നമസ്കാരം, ട്രാവൽ ഓൺസോറിൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഒരു ഹിൽ ടോപ്പിലേക്ക് പോകാനുള്ള വഴിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശസ്തമായൊരു സ്ഥലമൊന്നുമല്ല, ഇവിടുത്തെ ഒരു ലോക്കൽ പ്രാദേശികവാസികൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലമാണ്. കോതമംഗലത്തിനും അടിമാലിക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ കൃത്യം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ രാവിലെ സമയം എന്ന് പറയുന്നത് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു സൺറൈസ് കാണാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൺറൈസും ഈ ഒരു ഹിൽ ടോപ്പിലെ കാഴ്ചകളൊക്കെയാണ്. നല്ല കോടമഞ്ഞ് വിരിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട് ഫറദുണ്ട്. ഫറദ് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്ന പാറക്കല്ലുണ്ടോ, ആ പാറക്കല്ലിൻ്റെ അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏതാണ്ടൊരു 1 കിലോമീറ്ററോളം ഒരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ രാവിലേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു ട്രെക്കിങ്ങിൻ്റേതായൊരു ഫ്രഷ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. 2 സൈഡും പച്ചപ്പാണ്, പൈനാപ്പിൾ തോട്ടമുണ്ട് ഇവിടെ. അപ്പോൾ അതിനിടയിലുള്ള ഈ ഒരു മൺപാതയിലൂടെ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് പോകുമ്പം അതിൻ്റേതായൊരു ഫീൽ നമുക്ക് കിട്ടും. ലോക്ക്ഡൗൺ മൂലം വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഫുഡ് മേടിച്ച് വർക്കൗട്ടും ചെയ്യാതെ പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു കയറ്റം കയറുമ്പോൾ തന്നെ പട്ടി കഥയ്ക്കുന്ന പോലെ കഥയ്ക്കുന്നുണ്ട്. നമ്മൾ നടന്ന ഒരു പകുതി ഭാഗത്തേ എത്തിയിട്ടുള്ളൂ. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെ ഒരു പയ്യൻ്റെ അപ്പുറത്ത് കയറിയിരിക്കുന്ന സീൻ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് നോക്കി, ഒരു 360 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഫുള്ള് മഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, കോട നിൽക്കുകയാണ്. അവിടെ ഒരു ചർച്ചൊക്കെ കാണാം. ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തേയില നിൽക്കുന്ന ആ ഒരു ഫീലാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഒരു പാറയുടെ മുകളിൽ ഒരു ടോപ്പ് സെഷൻ നിൽക്കുന്നതിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നടന്ന് കയറിയപ്പോഴത്തേക്കും സമയം അല്പം വൈകി. സൺറൈസ് എന്തായാലും മിസ്സായിട്ടുണ്ട്. നമ്മളെക്കാട്ടിലും മുന്നേ കുറച്ച് ചെക്കന്മാർ വന്ന് മുകളിൽ കയറി നിൽപ്പുണ്ട്. എന്താ ഡെഡിക്കേഷനല്ലേ പിള്ളേരുടെയൊക്കെ. നമ്മൾ ബ്ലോഗിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലാണ് രാവിലെ എണീറ്റിട്ട് വലിഞ്ഞു കുത്തി ഇവിടെ വന്നിരിക്കുന്നത്. യവന്മാർ 4 മണിക്ക് എത്തിയെന്ന് തോന്നുന്നു. ല്ലേ ഒരു മാസ്കാണ്. മാസ്കൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞേക്കുവാണ്. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. മാസ്ക് കയ്യിലുണ്ട്. അപ്പം കൂടുതലുള്ള ആൾക്കാർ ഒരു കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇപ്പോൾ ഉപയോഗിക്കാത്തത്.
ഫൈനലി നമ്മളിത് ആ പാറപ്പുറത്ത് എത്തിയേക്കുവാണ്. ആ താഴെ നിന്ന് കണ്ട ആ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ എത്തി നിൽക്കുവാണ്. പീച്ചാട്ട് മല എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നല്ല പച്ചപ്പും നല്ല കോടയും നല്ലൊരു ഹിൽ ടോപ്പിൻ്റെ ഫീലും നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മളൊരു സൺറൈസ് കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയെങ്കിൽ പോലും സൺറൈസ് മിസ്സായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ടൈമിൽ വന്നുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യം സമയം 6:40 എൻ്റെ ഒരു 5:45 ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയതാണ്. ആ ഒരു സമയത്തേക്ക് അത്യാവശ്യം ലൈറ്റ് വന്നായിരുന്നു. സൺറൈസ് മിസ്സായി. ഇനിയിപ്പം സൺറൈസ് അല്ലെങ്കിലും കാണാൻ പറ്റുമായിരുന്നു തോന്നുന്നില്ല, കാരണം മൊത്തം ആ ഒരു സമയത്തേക്ക് കോടയായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളാ വരുമ്പോൾ ഉള്ള പുല്ലില്ലേ, ആ പുല്ലിങ്ങനെ പച്ച വിരിച്ചിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പുല്ല് അവർ ഈ ഒരു തോട്ടത്തിൻ്റെ ആൾക്കാർ എന്തോ ഒരു കീടനാശിനി തെളിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ബ്ലാക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടവും കൂടെ ആ ഒരു രീതിയിൽ പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഫീൽ നമുക്ക് കിട്ടിയാണേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗേറ്റ്, നമ്മൾ താഴെ കാണുന്ന ആ ഒരു ഗേറ്റ് ഉണ്ടോ, ഇതാണ് നമ്മൾ വന്ന വഴി. ആ ഗേറ്റ് അവർ ക്ലോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിലൂടെ ഒരു ബൈക്കൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ക ഒരു അഡ്വഞ്ചർ ഫീൽ നമുക്ക് കിട്ടിയാനേ. ആ ഒരു രീതിയിലൂടെ വരാൻ പറ്റിയായിരുന്നെങ്കിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടി മതിലെന്ന് പറയില്ലേ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയാനേ. അങ്ങോട്ട് ഫുള്ള് മലകളാണ്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. തൊടുപുഴ, കല്ലൂർക്കാട്, പൈങ്ങോട്ടൂർ, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കോതമംഗലം, അങ്ങനെയാണത് കിടക്കുന്നത്. ഇത് ആ കാണുന്ന ആ വെള്ള സംഭവമില്ലേ, ആ മലയുടെ നടുക്ക് കാണുന്നത്, അതൊരു വാട്ടർഫാളാണ്. അത് ഏത് വാട്ടർഫാളാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അടിമാലി മൂന്നാർ റോട്ടിൽ പോകുമ്പോൾ ചീയപ്പാറ വാട്ടർഫാളില്ലേ, ആ ചീയപ്പാറ വാട്ടർഫാളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പീച്ചാട്ട് മല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിമാലി ഭാഗമാണ് കാണുന്നത്. അപ്പോൾ അടിമാലിയിലെ ആ ഒരു ചീയപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ഒരു വിദൂര ദൃശ്യം കാണാം. ഇത്ര അകലെയാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൊളി ലുക്കാണ് കേട്ടോ. തോട്ടങ്ങളുടെ ഇതെല്ലാം തന്നെ വീടുകളും തോട്ടങ്ങളും ഒക്കെയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട ഇങ്ങനെ ഒരു പുതപ്പ് പോലെ കിടക്കുകയാണ്. രാവിലെ 5 മണിക്ക് വന്ന ചെക്കന്മാരതേ പാറപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പോൾ ഇരിക്കുന്നു. ഈ ഒരു മുഴുവൻ പ്രദേശവും ഒരു പ്രൈവറ്റ് പാർട്ടിയുടേതാണ്. അവർക്ക് അവരുടെ തോട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണിത്. അതുകൊണ്ടാണ് അവരവിടെ ഗേറ്റ് വെച്ച് ഇത് അടച്ചേക്കുന്നത്. നമ്മളവിടെ ഇത്ര നേരം ഉണ്ടായിരുന്ന ഭരതൻ ഇപ്പം തിരിച്ചു പോയേക്കുവാണ്. അപ്പം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ അച്ഛനാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ഹിൽ ടോപ്പിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, എന്നാൽ ഞാനും വരുവാന്ന് പറഞ്ഞിട്ട് അച്ഛനോടെ കൂടെ പോരുക ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ട് അവരതേ അവിടെ വണ്ടിയെടുത്ത് അവരങ്ങ് പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ 2-3 പിള്ളേരോടെ അവിടെ വന്നിട്ടുണ്ട്. കോട അങ്ങോട്ട് മാറിയിട്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കിഴക്ക് ഭാഗം. സൂര്യൻ അവിടെ ഉദിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ലൊരു സൺറൈസ് നമുക്ക് കാണാമായിരുന്നു. ഇനി അത് മിസ്സായിട്ടുണ്ട്. ഇനി വേറൊരു ദിവസം അതൊന്ന് ട്രൈ ചെയ്യണം. പോകണോ? ഓക്കെ, ചെറിയൊരു വ്ളോഗുണ്ട്. ട്രാവൽ വൺസ് മോർ സോളോയാ. അവസാനത്തെ ആൾക്കാരും ഇതേപ്പം പീച്ചാട്ട് മല വിട്ടിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ക സോളോ.
ഈ ഒരു പ്രദേശത്ത് ഈ ഒരു മലയുടെ മുകളിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നമുക്കൊരു സർവ്വസ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു പാറ ഉണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ ആ 2 പാറക്കല്ല് കാണാം. ചുറ്റും ഈ ഒരു 360 തന്നെ എല്ലാ ഭാഗവും കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ വന്ന വഴി അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇരിക്കാനൊക്കെ നല്ല ഒരു സ്ഥലമുണ്ട്. ഒരു 10-20 പേർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രാവലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ എല്ലാ നിയമങ്ങളും ഇപ്പം നിലവിലുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് യാത്രകൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ അടുത്തുനിന്ന് ഒരു അനുവദിക്കപ്പെട്ട ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ രീതിയിലും നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഇവിടെ ഒന്നും പോകണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ഫുഡ് നമ്മൾ രാവിലെ 4 മണിക്ക് തന്നെ പാവം അമ്മ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇഡ്ഡലിയും സാമ്പാറും ഇവിടെ ഒന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം അടുത്തൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. മഞ്ഞ കോടയൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ഇറങ്ങി. മാക്സിമം സ്ഥലങ്ങളെല്ലാം വിസിബിളായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കൊണ്ടുവരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് നമ്മളൊരിടത്തും കളയാതിരിക്കുക. അപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോക്സോ കാര്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്കത് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കളയേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ അലക്ഷ്യമായിട്ട് ഈ മാസ്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പി വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അതും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ടൊരു സ്ഥലം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. മഴയ്ക്ക് മുമ്പ് എങ്ങനെയും താഴെ എത്താനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും പീച്ചാട്ട് മല അവിടെ വന്ന് കണ്ടു. കീഴടക്കി എന്നൊക്കെ പറഞ്ഞല്ലേ, കീഴടക്കി എന്നൊന്നും പറയാൻ പാടില്ല, വന്നു കണ്ടു ആസ്വദിച്ചു എന്ന് പറഞ്ഞതാണ് ശരി. നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്ന് ഫ്രഷ് എയർ അനുഭവിക്കാൻ കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പീച്ചാട്ട് മല. നല്ലൊരു രാവിലത്തെ ഒരു മോർണിംഗിലെ ഒരു മോർണിംഗ് വൈബ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ കയ്യിൽ കുടയില്ല എന്നുണ്ടെങ്കിൽ നിന്ന് നനയുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ആ ഒരു പാറയുടെ ഒരു സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് ഒന്ന് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഫുള്ള് നമ്മൾ നനയും. ഞാനാണെങ്കിൽ കുട എടുക്കാൻ വേണ്ടി മറന്നുപോയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താഴേക്കൊന്ന് എത്തണം. അപ്പോൾ പീച്ചാട്ട് മലയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, ഇതൊരു പ്രൈവറ്റ് ആളുടെ സ്ഥലമാണ്. അവിടെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണെന്ന്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് റബ്ബർ വെട്ടാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു വരുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കയറാൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കായിരുന്നു അതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും കൂടുതൽ സഞ്ചാരികൾക്ക്, കൂടുതൽ ആളുകൾക്ക് ഇവിടെ വരാൻ വേണ്ടിയും ഈ ഒരു മലയുടെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം നമ്മൾ വരുന്ന ആൾക്കാർ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ മൂന്നാർ റോഡിലാണ്, കോതമംഗലം കഴിഞ്ഞിട്ട് മൂന്നാർ റോഡിലാണ് ഈ ഒരു സ്ഥലം. എത്തിപ്പെടാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ കാരണം ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി ഈ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കവളങ്ങാട് വ്യൂ പോയിൻറ്റ്, കവളങ്ങാട് ഹിൽ വ്യൂ, അങ്ങനെ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഹിൽ വ്യൂ ആണ് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഒരു ലൊക്കേഷനായിരുന്നു എടുത്തത്. അപ്പോൾ എത്തിപ്പെടാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ. ഒരു ഹിൽ സ്റ്റേഷനിൽ കിട്ടുന്ന ആ ഒരു കോട മൊത്തം നിൽക്കുന്ന ആ ഒരു 360 ആംഗിളുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, പിന്നെ ആ ഒരു മോർണിംഗ് വൈബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പീച്ചാട്ട് മലയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇനിയും ഈ മലയുടെ ഭാഗങ്ങൾ കാണാൻ പറ്റാത്ത ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടൊന്ന് ആസ്വദിച്ച് പോകട്ടെ. കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടും
ഈ COVID-19 ഒരു സീനൊക്കെ ഉള്ളതുകൊണ്ടും ദൂരേക്കൊന്നും പോകാൻ ആർക്കും സാധിക്കത്തില്ല. ഇതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് മാക്സിമം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. ഇതുപോലുള്ള ധാരാളം അൺനോൺ പ്ലേസസും നല്ല ഒരു എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ വീഡിയോസിലൂടെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ടെൻറ്റിങ്ങും അതുപോലെ സെൽഫ് കുക്കിംഗ് പോലുള്ള വീഡിയോസ്, ക്യാമ്പിംഗ് വീഡിയോസൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു COVID-19 ഒരു സീനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നമുക്ക് തുടർന്നുള്ള അവസരങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.